യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനാമുഖം. യോനായുടെ പ്രവചനത്തേക്കാൾ യോനായെക്കുറിച്ച് ഒരു കഥയാണ് ഈ ഗ്രന്ഥം. 2 രാജാക്കന്മാർ 14-ാം അധ്യായം 25 പ്രത്യക്ഷപ്പെടുന്ന യോന നിനിവയിൽ പോയി പ്രവചിച്ചതായി ചരിത്രപരമായി തെളിവൊന്നുമില്ല. പ്രബോധാത്മകമായ ഈ കഥ BC 5-ാം നൂറ്റാണ്ടിന് ശേഷം വിരചിതമായി കണക്കാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ച പ്രവാചകൻ അതിന് വഴങ്ങാതെ ഒളിച്ചോടാൻ നടത്തുന്ന വിഫലശ്രമമാണ് ആദ്യ ഭാഗം. കർത്താവ് വീണ്ടും ആവശ്യപ്പെടുന്നതനുസരിച്ച് യോന നിനിവയിലെത്തി പ്രസംഗിക്കുന്നു. അവരുടെ പശ്ചാത്താപം കണ്ട് മനസ്സരിഞ്ഞ് കർത്താവ് ശിക്ഷ വേണ്ടെന്ന് നിശ്ചയിക്കുന്നു. അതിൽ നീരസം തോന്നിയ പ്രവാചകനെ കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുന്നതായി അവസാന ഭാഗത്ത് കാണുന്നു. രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് ധരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്കുള്ള മറുപടിയാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അതിരുകളില്ല. ഇസ്രായേലിനെ പോലെ തന്നെ ജനതകളും അവിടുത്തെ മക്കളാണ്. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവേ, അനുഗ്രഹിക്കണമേ. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് നൽകാൻ പ്രബോധനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.